ഹായ് കൂട്ടുകാരെ, നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാവുന്ന താരന്, മുടി കൊഴിച്ചിൽ, നെറ്റിക്കേറൽ, തല ചൊറിച്ചിൽ. എല്ലാ പ്രശ്നവും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് മുടി നല്ല തിളക്കമേറിയതാവാനും മുടി നല്ല സിൽക്കിയായി നിൽക്കാനും കൊഴിഞ്ഞു പോയ മുടികൾ കിളിർത്ത് വരാനും എല്ലാം നല്ല അടിപൊളി ഓയിലാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒണിയൻ ജ്യൂസും മുടി നല്ല കട്ടിയോടെ വളരാനും താരൻ പോവാനും എല്ലാം നല്ലൊരു മരുന്നാണ് ഒണിയൻ ജ്യൂസ് എന്നും പറയുന്നത്. നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹെയർ പാക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഹെയർ നല്ല ഡ്രൈ ആയി കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഏതൊരു പാക്ക് ഇടാൻ പാടുന്നതുള്ളൂ എന്ന് പറയുന്നത്. ഒണിയൻ ജ്യൂസും ക്യാപ്സ് ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ ലെയറായി എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ റിസ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് പതുക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഹെയറിലേക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ സ്കാൽപ്പിലേക്കാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നും ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓണിയനൊക്കെ കുറച്ച് സ്മെല്ലുള്ള സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ഷാമ്പാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ല മസാജൊക്കെ ചെയ്ത് മുടി നന്നായിട്ട് മേളിലേക്ക് എടുത്ത് നല്ല ടൈറ്റ് കൂടുകയേ ചെയ്യരുത്. നല്ല ലൂസിൽ ബണ്ണ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് മേളിലേക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ വാഷൊക്കെ ചെയ്ത് വന്നു കേട്ടോ. എൻ്റെ ഹെയർ നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല തിളക്കമേറിയ ഹെയർ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അത്ര വലിയ ലോങ് ഹെയർ ഒന്നുമല്ല, ഷോർട്ട് ഹെയർ ആണ്. എന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല തിളക്കമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെന്തായാലും ചെയ്തു നോക്കണേ, നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്